ഹലോ, നമ്മളിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി. പക്ഷെ എങ്ങോട്ട് പോകണമെന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല കേട്ടോ. അതിൻ്റെ ചർച്ചയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ നമ്മളിവിടെ എത്തി കേട്ടോ. മുനിയാട്ടുകുന്നിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം സ്ഥലം എങ്ങനെയാണെന്ന്. പുതുക്കാടിനടുത്തുള്ള മുപ്ലിയം എന്ന വില്ലേജിൽ ഇഞ്ചക്കുണ്ട് എന്ന സ്ഥലത്താണ് ഈ മുനിയാട്ടുകുന്ന് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ 1.5 കിലോമീറ്റർ ട്രക്കിംഗ് ചെയ്ത് വേണം മുകളിലുള്ള ഈ പറയുന്ന ക്ഷേത്രത്തിലേക്ക് എത്താൻ. കുറച്ച് ഭാഗം എത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോഴത്തേനും നടന്ന് വയ്യാതായിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ മുകളിലേക്ക് എത്തണം. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും കൂട്ടുകാരുമൊത്ത് കുറച്ച് സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സ്പോട്ടാണ് കേട്ടോ ഇത്. കാരണം അത്രയും മനോഹരമായൊരു പ്രദേശമാണിത്. ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പനോരമിക് വ്യൂ തന്നെ കിട്ടും. മനോഹരമായൊരു സൺസെറ്റും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരിക്കലെങ്കിലും ഈ പ്ലേസിലൊന്ന് വരണം കേട്ടോ. അടിപൊളി സ്ഥലമാണേ. എങ്ങനെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. തിരിച്ചെങ്ങനെ ഇറങ്ങണ്ടേന്ന് പോലും ഇപ്പോൾ നല്ല ടെൻഷനുണ്ട്. പക്ഷെ വൺസ് ഇൻ ലൈഫ് ഇവിടെ ഒന്ന് വരണം. സോ നമ്മൾ ഇതുവരെ നമ്മുടെ പ്രോപ്പർ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടില്ല. നമ്മുടെ കറക്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഈ മുനിയാട്ടുകുന്നിലുള്ള ഒരു ടെമ്പിളാണ്. ഇതൊരു പുരാതനമായിട്ടൊരു ടെമ്പിളാണ്. പിന്നെ ഈ പ്ലേസിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇവിടെ ടെമ്പിൾ മാത്രമല്ല, ഇതിനോട് ചേർന്ന് തന്നെ ഒരു പള്ളി കൂടെയുണ്ട്. അപ്പോൾ ഇത് രണ്ടും കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇത്ര റിസ്ക് എടുത്ത് ഈ മലയും പാറയൊക്കെ കയറി ഇവിടെ എത്തിയിരിക്കുന്നത് കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് പള്ളിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇവിടെ ഒരു കുരിശുണ്ട്, വിളക്കൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എനിക്കറിയില്ല. അത് ഇതുവരെ അമ്പലം കണ്ടിട്ടില്ല. അപ്പോൾ ഇതിന് മുകളിലേക്ക് ഇനി നടക്കണം. അപ്പോൾ ഇതിന് മുകളിലാണെന്ന് തോന്നുന്നു ഇനി അമ്പലം ഉള്ളത്. ഇനി എന്തായാലും അങ്ങോട്ടേക്ക് പോവാം. സത്യം പറഞ്ഞാൽ ഈ ക്ഷേത്രം എവിടെയാണെന്ന് കൃത്യമായ ഒരു ഐഡിയ ഇല്ലാതെയാണ് കേട്ടോ ഞങ്ങൾ ഈ നടക്കുന്നത്. അങ്ങനെ നടന്ന മുകളിലെത്തി ഈ ക്ഷേത്രം കണ്ടപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയൊരു ഫീൽ ഉണ്ടല്ലോ, അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യണം. നിങ്ങളെല്ലാവരും വന്ന് ഈ ക്ഷേത്രം ഒരു തവണയെങ്കിലും കാണേണ്ടതാണ്. കാരണം ഈ കുന്നിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു ക്ഷേത്രം, പക്ഷേ മനോഹരമായൊരു ആംബിയൻസ് അങ്ങനെ വേണം പറയാൻ. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൊക്കേഷനാണിത്. ഈ ക്ഷേത്രവും അതിനോട് ചേർന്ന സൺസെറ്റും ഈ ഹിൽ വ്യൂവും ഒക്കെ സൂപ്പർ. എനിക്ക് തോന്നുന്നു ഈ പ്ലേസ് അധികം ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പിന്നെയും പറയുന്നത്. കാരണം പറ്റുന്നവർ ഈ പ്ലേസ് വന്ന് കാണാം. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ് കേട്ടോ അത്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ വരിക. പിന്നെ ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് കൂടുതൽ ഐഡിയ ഇല്ലാതെയാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഇവിടെ പൂജ ചെയ്യുന്ന ഒരു ആരാധനാലയമാണെന്നൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ സ്ഥിരം വിളക്ക് വയ്ക്കുന്ന ഒരു ടെമ്പിളാണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഇതൊരു ഗണപതി ക്ഷേത്രമാണ് കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ട് അടുത്ത് തന്നെ ഒരു ശിവലിംഗവും ഞാൻ കണ്ടിരുന്നു. ഇതാണ് ടെമ്പിളിൻ്റെ ബാക്കിലുള്ള വ്യൂ. ഇത് ഞങ്ങളുടെ കൂടെയുള്ളവരാണ്. കുറച്ച് സമയം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. കാരണം അത്രയും മനോഹരമായൊരു സ്ഥലമാണ്. ഞങ്ങൾക്ക് അവിടെ നിന്ന് തിരിച്ച് പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ പോയത് ഈവനിങ്ങിലായതുകൊണ്ട് തന്നെ തിരിച്ചിറങ്ങിയപ്പോഴേക്കും ഇരുട്ടാവുമല്ലോ എന്ന് പേടിച്ച് ഞങ്ങൾ വേഗം ഇറങ്ങുകയാണ് ഉണ്ടായത്. ഞങ്ങളങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചിറങ്ങി. ഇനിയും ഞങ്ങൾക്ക് പോകാൻ നല്ല ആഗ്രഹമുണ്ട്. ഇനി ഒരിക്കൽ കൂടി ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്നും തിരിച്ചിറങ്ങിയത്. അങ്ങനെ തിരിച്ചിറങ്ങി കുറച്ച് നേരം ഞങ്ങൾ റെസ്റ്റ് എടുത്തു കേട്ടോ. കാരണം എല്ലാവരും നല്ല ടയേർഡായിരുന്നു. ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ വരെ നമുക്ക് എത്തണം. ആ കാണുന്നതാണ് നമ്മുടെ മെയിൻ റോഡ്. സോ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് തിരിച്ചിറങ്ങി. അതിനുശേഷം വീട്ടിലേക്ക് തിരിച്ചു. അപ്പോഴത്തേനും നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ ഇന്നത്തെ പെട്ടെന്നുണ്ടായ ഒരു യാത്ര. അപ്പോൾ ഓക്കെ ഗൈസ്, പറ്റുന്നവരെല്ലാവരും പോവുക. ചരിത്രമുറങ്ങുന്ന മുനിയറയും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും.